ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഈസി എഗ് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ ഒരു സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്ത് കഴുകി വെക്കുക ആദ്യമായിട്ട് തന്നെ. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവോള എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എടുക്കുന്ന മുട്ട എത്രയുണ്ടോ അത്രയും അതിൻ്റെ ക്വാണ്ടിറ്റി വേണം നമ്മൾ സവോള എടുക്കാൻ. ഒരു വലിയ സവോള മതി ഇന്നത്തേക്കിന് നമുക്ക്. അപ്പോൾ അത് ചെറുതായിട്ട് നന്നായിട്ട് കുഞ്ഞായിട്ട് കൊത്തി അരിയണേ. വലിയ പീസുകളായിട്ട് ഇടരുത്. ചെറിയ പീസാണെങ്കിലേ ഉള്ളൂ നമുക്കത് ആ എഗ്ഗിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആ ദോശയുടെ മേളിൽ നമുക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സവോളയെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ ഉള്ളി അരിഞ്ഞു, ചെറുതായിട്ട് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു, പിന്നെ ഒരു പച്ചമുളകും അരിഞ്ഞു. കുരുമുളകിൻ്റെ പൊടി ചേർക്കേണ്ടവർക്ക് ഒരു നുള്ളു കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല, ഞാൻ പച്ചമുളകാണ് അതിന് ചേർക്കുന്നത്. വളരെ ടേസ്റ്റിയുമാണ്. ഒരു വെറൈറ്റി, എപ്പോഴും നമ്മൾ ദോശയും ചട്നിയൊക്കെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല കംപ്ലീറ്റ് ഒരു ഹെൽത്തി ഫുഡായിരിക്കും ഇത്. എഗ് ദോശ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് മുട്ട തന്നെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ബെസ്റ്റ് റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ 2 മുട്ടയാണ് ചേർക്കുന്നത്. 2-3 മുട്ട നമ്മുടെ ആവശ്യത്തിനനുസരണം ചേർക്കുക. 2 വലിയ കോഴിമുട്ട ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. ഒരു സ്പൂൺ ഇട്ട് അടിച്ചാൽ മതി കേട്ടോ. എഗ് ബീറ്ററിൻ്റെയും ഒന്നും ഹാൻഡ് മിക്സറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുക്കുക. കണ്ടോ, ഇപ്പോഴ് അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബബിൾസൊക്കെ മേളിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് എല്ലാം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈസിയാണ്. ഇനിയും ദോശയുടെ മാവെടുത്ത് ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാമേ. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ഫ്രൈങ് പാനോ ദോശക്കല്ലോ എന്തെങ്കിലും വെക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ദോശയുടെ മാവ് നമുക്ക് ഒഴിച്ച് ചുട്ട് തുടങ്ങാം. നമുക്ക് ആവശ്യത്തിന് മാവ് ഒഴിക്കുക. ഇത് ഒത്തിരി അങ്ങ് ഞാൻ നമ്മുടെ പേപ്പർ ദോശ പോലെയൊന്നും അങ്ങ് നൈസാക്കുന്നില്ല. ഒരു ശകലം കട്ടിയിലാണ് ഞാനിത് എടുക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് അത് ഒട്ടും കട്ടിയൊന്നുമല്ല, നല്ല ഫ്ലഫി ആയിരിക്കും. നല്ല ദോശമാവാണ്, അതുകൊണ്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുമേ. അപ്പോൾ ഈ ഒരു വട്ടത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യമേ നമ്മൾ ഒഴിച്ചു. ഇപ്പോൾ കല്ല് നല്ലതായിട്ട് ചൂടായി വന്നതുകൊണ്ട് അപ്പം തന്നെ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതൊന്നേ ഉള്ളൂ, ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ നമ്മൾ ദോശമാവ് ഒഴിക്കാവുള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് ബബിൾസ് വന്നു. അപ്പോൾ അടി നന്നായിട്ട് വെന്തു എന്നുള്ളതാണ് അതിൻ്റെ സിഗ്നലാണ്. നന്നായിട്ട് ബബിൾസ് മേളി വരുന്നത്. ഇനി നമുക്ക് പതുക്കെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണും കൊണ്ട് കുറേശ്ശെ വീതം, ഒരു തവിയോ ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് കുറേശ്ശെ വീതം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. അത് വെന്തോളും. നമ്മൾ തിരിച്ചും കൂടെ മറിച്ചും കൂടെ ഇടും നമുക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് അതിൻ്റെ മേളിലായിട്ടും അതിൻ്റെ സൈഡിലായിട്ടും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതിനധികം ചേർത്തില്ല കേട്ടോ. ബാക്കി ബട്ടറും ചേർത്തില്ല. അല്ലാതെ ഏത് ഓയിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്വല്പം റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ വളരെ ഈസി അല്ലേ ഇത്. ഇതിപ്പം നന്നായിട്ട് അടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മറിക്കാം. വളരെ സോഫ്റ്റുമാണ്, ഫ്ലഫി ആയിട്ടിരിക്കും ഇത്. പിള്ളേർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, ഒരു സംശയമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് മറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവിടെയും കൂടെ പെട്ടെന്ന് നമുക്ക് വേവിച്ചിട്ട് വെന്തിങ്ങി വരും. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം, എന്താ വായെന്ന് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് കുക്കായി.
ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കത് മടക്കി വേണമെങ്കിൽ മടക്കി വയ്ക്കാം, അല്ലെങ്കിൽ മടക്കി വെച്ചാൽ ചൂട് പോകാതെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഓരോന്ന് വിധം ചുട്ടെടുക്കാം ദോശമാവ്. ഇതിന് ശരിക്കും സൈഡായിട്ടൊന്നും വേണ്ട, ചട്നിയോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ മുളകാപ്പൊടിയുടെ പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് റെഡിയാക്കുവാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. ഇത് നമ്മുടെ ഉഴുന്ന് വറുത്ത് പൊടിക്കത്തില്ലേ, ആ സാധനമാണിത്. അത് ആവശ്യത്തിന് ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുളകാപ്പൊടിയാണിത്. അത് ഞാൻ എൻ്റെ റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇടാം. അപ്പോൾ അത് ഞാൻ ഒരു 2-3 സ്പൂൺ ഇട്ടു. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ തെളിനാടിൻ്റെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് ആവശ്യത്തിന് കുറേശ്ശെ വിധം ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഇളക്കി കറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇതാവുമ്പം ഇതും ഹെൽത്തിയാണ്, ഉഴുന്നല്ലേ, ഉഴുന്ന് പരിപ്പും പിള്ളേർക്ക് നല്ലതാണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നല്ല ഹെൽത്തി ഫുഡായിരിക്കും. ഇത് ഒരു സംശയമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനത് ആ പൊടി ഞാനിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് കേടൊന്നും ആയി പോകത്തില്ല കേട്ടോ. ഇത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റ് സാധനമാണിത്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് ദോശയും സൈഡ് ഡിഷായ മുളകാപ്പൊടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഈസി അല്ലേ? നമുക്ക് അമ്മമാർക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്ത് വേണമെങ്കിലും ആക്കാം ഈ ഡിഷ്. അപ്പോൾ ഇനി പുതിയൊരു ഡിഷിൽ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.